മഴ പെയ്യുമ്പോൾ പാടത്തിന്റെ കരയിലിരുന്ന് ചൂണ്ടലിട്ട് മീൻ പിടിച്ച കഥകളൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ ശാസ്ത്രീയമായ മീൻ വളർത്തൽ വളരെ വ്യത്യസ്തമാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ചെമ്മീൻ നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട്. അത് പ്രത്യേകതകൾ ഒരുപാടാണ്. 3 ടയർ ചെമ്മീൻ വളർത്തൽ സിസ്റ്റമുള്ള 2 സ്ഥലങ്ങൾ. ഒന്ന് അങ്ങ് വിയറ്റ്നാമാണ്, പിന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ വെട്ടുതുറയാണ്. അത് വളർത്തിയെടുത്തതിനാണ് അതുൽ ഫ്രാങ്ക്ലിന് ഇപ്രാവശ്യത്തെ അവാർഡ് കിട്ടിയത്. അത് കൺഗ്രാറ്റ്സ്. പൊളിച്ച് അല്ലേ? അതെ. 3 ടയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 3 ടയർ എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സറി, പ്രീ ഗ്രോ ഔട്ട്, പിന്നെ ഗ്രോ ഔട്ട്, ഇങ്ങനെ 3 സെക്ഷനിലായിട്ടാണ്. പ്രീ ഗ്രോ ഔട്ട്, ഗ്രോ ഔട്ട്. ഗ്രോ ഔട്ട് ഈ വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്യും. അതിനുശേഷം പ്രീ ഗ്രോ ഔട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സ്കൂപ്പിങ്ങിലൂടെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രോ ഔട്ടിൽ ഷിഫ്റ്റ് ചെയ്യും. ഗ്രോ ഔട്ടിൽ നിന്നാണ് പിന്നെ ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, ഇതിനിടയിൽ ആദ്യം പറഞ്ഞത് ഇത് ഇവിടുത്തെ നാടൻ ചെമ്മീനല്ല, പസഫിക് സമുദ്രത്തിൽ കിട്ടുന്ന ചെമ്മീനാന്ന് പറഞ്ഞു. എന്താ എന്റെ പേര്, എന്താ പ്രത്യേകത? ഇത് വനാമി എന്നാണ് നമ്മുടെ ഈ വളർത്തുന്ന ചെമ്മീൻ്റെ പേര്. വ്യത്യാസം ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ അല്ല, ലോക്കലി ഇത് അവൈലബിൾ അല്ല. ഇതുപോലെ ഫാമുകളിൽ വളർത്തുന്ന വനാമിയാണ് നമ്മുടെ നാട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടാൽ എങ്ങനെ വ്യത്യാസം തിരിച്ചറിയാം? വനാമി ചെമ്മീനും നമ്മുടെ വനാമി ചെമ്മീൻ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത് ഒരു പരിധി വരെ ഇത് ട്രാൻസ്പാരന്റ് ആണ്. വെയിറ്റ് കൂടുതലുണ്ടോ? വെയിറ്റ് ആക്ച്വലി നമ്മളിവിടെ 63 ഗ്രാം വരെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഇത് 10 ഗ്രാം മുതലാണ് ഇതിന്റെ ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 63 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസാണ്. നമ്മളതൊരു എക്സ്പെരിമെന്റ് പർപ്പസ് ചെയ്തപ്പോഴാണ് അത്രയും നമ്മൾ കൊണ്ട് എത്തിച്ചത്. അതിൽ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? ഞാൻ ആക്ച്വലി ബികോം കഴിഞ്ഞ് ഫാദറിന്റെ കൂടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പോൾ ഈ കൊറോണ സമയത്ത് ഹോട്ടൽ കുറച്ച് നാൾ അടച്ചിട്ട സമയത്താണ് നമ്മൾ പുതിയൊരു ഇതിനെ മേഖലയെ കുറിച്ച് ആലോചിച്ചതും ഫാമിങ്ങിലേക്കൊക്കെ. ഐഡിയ അപ്പൻ്റെ ആണ്? അതെ, അച്ഛൻ്റെ ഐഡിയ. ഫ്രാങ്ക്ലിൻ മിറാൻഡ, കിടുക്കം പേരാണല്ലോ. അപ്പോ ഇദ്ദേഹമാണ് തുടങ്ങി വെച്ചത് അല്ലെ? എങ്ങനെയപ്പോ കോവിഡ് കാലത്താണ്? അപ്പൊ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു? അതെ, ഞങ്ങൾക്ക് 2 ഹോട്ടലാണുള്ളത്. ഒന്ന് ലീ ഫ്രാങ്ക് എന്നും അടുത്തത് ലേ ഫ്രാങ്ക്. അപ്പോൾ കൊറോണ സമയത്ത് ഇത് അടയ്ക്കേണ്ടി വന്നു, 2 ഹോട്ടലും അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് പുതിയൊരു മേഖലയിലോട്ട് പോകാമെന്ന് കരുതി. നമ്മളെല്ലാം വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ മൊബൈലിൽ കണ്ട ഒരു ക്ലിപ്പിങ്സാണ് ഇങ്ങനെ ആന്ധ്രയിൽ ചെമ്മീൻ പിടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ക്ലിപ്പിങ്സ് കണ്ട് പിന്നെ അതിൽ പിടിച്ചാൽ കയറിയാണ്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ഒരു 5 ഡയമീറ്ററിൻ്റെ ഒരു ടാങ്ക്. ഞങ്ങൾ 4 പേര്, ഞാൻ, വൈഫ്, മോള്. പേരെങ്ങനെയാ? ലീജ. അന്ന് ഞങ്ങളുടെ പപ്പയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര്. ഒരു 5 ഡയമീറ്ററിൽ തുടങ്ങി. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 74 കിലോ കിട്ടി. അപ്പോൾ നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് ഒന്ന് വലിയ രീതിയിൽ ചെയ്തു. തുടക്കം ഈ വനാമി ചെമ്മീൻ തന്നെയായിരുന്നു? അതെ, തുടക്കം വനാമി ചെമ്മീൻ. അങ്ങനെ ഇത് തിരുവനന്തപുരം അതിരൂപതയുടെ പുരയിടമാണ് ഈ സ്ഥലം. നമ്മൾ 12 ഏക്കർ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ദേവാനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കടലിനോട് അടുത്തതാണ്. ഇത് കടൽവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 17 സലൈനിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് ടാങ്കിലാണോ കടൽ വെള്ളം കൊണ്ടുവരേണ്ടത് വേണ്ടത് അവിടെ നിന്ന് ഇതുപോലുള്ള വാൽവ് വെച്ചിട്ടുണ്ട്. വാൽവ് ഓപ്പൺ ആകും. ഏത് ടാങ്കിലാണോ വെള്ളം വേണ്ടത് അവിടെ. എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന്റെ കടൽ തീരത്തുള്ള ആർക്കും മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെ ഏർപ്പാട് ചെയ്യാം. പക്ഷെ മാർക്കറ്റൊക്കെ കണ്ടിട്ട് ഇറങ്ങാവൂന്ന് മാത്രം. എത്ര ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വന്നു? ഇത് ഇപ്പോഴും പ്രോജക്റ്റ് കംപ്ലീറ്റ് ആണ്. ഏകദേശം ഒരു 3.5 കോടി രൂപയോളം വന്നു. ഓക്കെ. 2,60,00,000 രൂപ KFCയുടെ ലോൺ കിട്ടിയത്. അങ്ങനെ ലോൺ കിട്ടാനൊക്കെ സൗകര്യമുണ്ട് അല്ലേ? ലോൺ കിട്ടാനുള്ള സൗകര്യമുണ്ട്. KFC നമ്മളെ നല്ലവണ്ണം സഹായിച്ചു. തിരുവനന്തപുരം രൂപത നമ്മളെ നല്ലവണ്ണം സഹായിച്ചു. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നത്. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറേ അവാർഡുകളൊക്കെ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. അതെ, ഈ വർഷത്തെ അവാർഡ്, സംസ്ഥാന അവാർഡ് ഏറ്റവും നല്ല, അതായത് 1ാം സ്ഥാനം കിട്ടിയത് എൻ്റെ നൂതന മീൻ വളർത്തൽ കർഷകനുള്ള അവാർഡാണ് നമ്മുടെ
അതുൽ ഇപ്രാവശ്യം വാങ്ങി പോക്കറ്റിൽ വെച്ചത്. അതെ അതെ. അപ്പൊ നമ്മള് അതുലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഓരോന്നോരോന്നായിട്ട് അതുൽ പറഞ്ഞു തരട്ടെ. അയ്യോ, പക്ഷെ എന്നാൽ ഈ ഐഡിയ അതുലിന് പറഞ്ഞു കൊടുത്തത് തകർത്തു. ഓക്കെ. അതുലെ നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങും മുമ്പ് നമുക്ക് ഈ വെള്ളത്തിൽ കൈക്കണം അല്ലേ? എന്താ ഇത് പൊട്ടാസ്യം പെർമാനന്റ് ആണ്. നമ്മളിത് നമ്മുടെ ഫാമിന്റെ എല്ലാ ഡോറിലും വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആര് വന്നാലും ഇതിനകത്ത് കൈ കഴുകിയിട്ട് മാത്രമാണ് നമ്മൾ അകത്തോട്ട് കഴുകിയിട്ട് തുടങ്ങാം. അതെ, തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മളെ തുടക്കത്തില് കടൽ വെള്ളം അടിച്ച് കയറ്റുക എന്ന് പറയുന്നത് ഈ നഴ്സറിയിലേക്കാണ്. ആദ്യത്തെ ടാങ്കാണ്. ഫസ്റ്റ് ടയർ ഇതാണ് നഴ്സറി. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ആദ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന നഴ്സറിയിലാണ്. നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ മോർട്ടാലിറ്റി, ഇതിന്റെ സർവൈവൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നല്ല സീഡ് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 98% അതിന് മുകളിലോട്ട് നമുക്ക് സർവൈവൽ റേറ്റ് കിട്ടും. ഞങ്ങൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹാച്ചറിയിൽ ചെന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന സീഡ് എടുത്ത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ നേരിട്ട് ഹാച്ചറിയിൽ ചെന്ന് സീഡ് എടുക്കുക ചെയ്യും. ആദ്യം നമ്മൾ ആന്ധ്രയിൽ നിന്നാണ് എടുത്തിരുന്നത്. ഇപ്പൊ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്നാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന്, വേറെ എവിടെ നിന്നാണ് കൊണ്ടുവന്നാലും പിന്നെ അക്ലമേറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതിനെ ഈ വെള്ളത്തിന് പാകപ്പെടുത്തുക, അതിനൊക്കെ ആയിട്ട് എത്ര സമയം എടുക്കും? ഈ ബോൾ എന്ന ഇതിനെ ഈ പ്ലാസ്റ്റിക് പാക്കിങ്ങിനെ അവർ പറയുന്നത്. അപ്പൊ ഈ ബോൾ നമ്മൾ കൊണ്ടുവന്നാൽ അതിലൊരു 1000 മുതൽ 3000 പീസ് വരെ ആയിരിക്കും PL ആയിരിക്കും അതിനകത്ത് അവർ തരുന്നത്. നമുക്ക് ഒരു ബോളിൽ 3000 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും. PL വളരെ, അതായത് PL 8 ആണെങ്കിലാണ് 3000 ഉണ്ടാവുക. പോസ്റ്റ് 60. 10 ആണെങ്കിൽ 3000 എന്നുള്ളത് 1000 ആകും. പിന്നെ ബാക്കി നമ്മൾ പറയുന്ന പോലെയൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവർ അതനുസരിച്ച് പാക്ക് ചെയ്ത് തരാറുണ്ട്. കാര്യം ഈ ബോളിൽ ഒരുപാട് കൂടുതൽ ഇടുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എവിടെയെങ്കിലും ഡിലേ വന്നാൽ ഇതിന് നല്ല രീതിയിൽ മോർട്ടാലിറ്റി ഉണ്ടാവും. കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഭയങ്കര സൂക്ഷിച്ചു കൊണ്ടുവരണം. അതെ, ഒരു 15-16 മണിക്കൂറിൽ കൂടുതൽ എടുക്കും ട്രക്കിൽ വരുമ്പോഴത്തേക്ക്. പിന്നെ അത് വന്ന് ഇവിടെ ടെമ്പറേച്ചർ അക്ലിമൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഏകദേശം ഒരു മണിക്കൂർ വരെ നമ്മൾ മുക്കിയിടാറുണ്ട്. അല്ല, പൊട്ടാസ്യം പെർമാനന്റിൽ ഇത് വാഷ് ചെയ്തതിന് ശേഷം എടുക്കും. കാര്യം ഈ വരുന്നതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടാങ്കിലോട്ട് വേണ്ട. അതുകൊണ്ട് ഇതെല്ലാം ഓൾറെഡി നമ്മൾ പൊട്ടാസ്യം പെർമാനന്റിൽ മുക്കി വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്നത്, ടെമ്പറേച്ചർ അക്ലിമൈസേഷൻ ഇടുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലോക്ക് സെറ്റ് ചെയ്യും. നമ്മളിവിടെ ബയോഫ്ലോക്ക് ആണ് ചെയ്യുന്നത്. ബയോഫ്ലോക്ക് രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബയോഫ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ബാക്ടീരിയയുടെ ഒരു മിക്സോട്രോഫിക് കൾച്ചറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന കംപ്ലീറ്റ് ഫീക്കൽ വേസ്റ്റ് ആയാലും എക്സസ് ഫീഡ് ആയാലും എല്ലാം ഇതിൻ്റെ പ്രോട്ടീനും ഇതിൻ്റെ തീറ്റയും ആക്കി മാറ്റുന്ന ബെനിഫിഷ്യൽ ബാക്ടീരിയയെ നമ്മൾ ഇതിനകത്ത് കൾച്ചർ ചെയ്തെടുക്കും. അപ്പോൾ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇതിനകത്തുണ്ടാകുന്ന എല്ലാ സാധനങ്ങളെയും ഇതിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോട്ടീനാക്കി മാറ്റും. എന്നുവെച്ചാല് ഈ ഉള്ളിൽ കിടക്കുന്ന ബാക്ടീരിയ ഏതാണ്ട് ഒരു കടലിന് ഈ ഉള്ളിൽ ഇവ എങ്ങനെ ജീവിക്കുന്നുവോ അതിന് സമാനമായ ഒരു സാഹചര്യം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കും അല്ലെ? അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഈ നഴ്സറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 12 ഡയമീറ്റർ ആണ്. ഏകദേശം 120 മീറ്റർ ക്യൂബാണ് ഇതിന്റെ കപ്പാസിറ്റി. എല്ലാ ടാങ്കിലും നമ്മളിവിടെ ഷ്രിമ്പ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3 ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഷ്രിമ്പ് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ഫീക്കൽ വേസ്റ്റ്, എക്സസ് ഫീഡ്, പിന്നെ ഇതിൻ്റെ ഷെല്ല്, ഇതെല്ലാം നമുക്ക് ഈ ഷ്രിമ്പ് ടോയ്ലറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഷ്രിമ്പ് ടോയ്ലറ്റിൽ ഡ്രെയിനേജും കൊടുത്ത് നമ്മൾ ഈ എല്ലാ ദിവസവും 2 പ്രാവശ്യം ഡ്രെയിനേജ് ഓപ്പൺ ആക്കി ഇതിനകത്തുള്ള എല്ലാ വേസ്റ്റും അതില് നമ്മൾ ഇതിന് താഴെ ഇത് തിരിയുമ്പോൾ തന്നെ താഴെയുള്ള അത്തരം വേസ്റ്റ് ഒക്കെ അതിന്റെ നടുക്ക് വരും. അതാണ് സർക്കുലർ. അത് തുറന്നു വിട്ടാൽ അത് മാത്രമായിട്ട് പോയിക്കോളും. അതാണ് ഷ്രിമ്പ് ടോയ്ലറ്റ്. അതെ, അത് പോയില്ലെങ്കിൽ അത് ഇതിനകത്തുള്ള ടോക്സിക് ഗ്യാസുകളെല്ലാം ഫോം ചെയ്ത് ഇതിന്റെ ഒരു മോർട്ടാലിറ്റിക്ക് അത് ഒരു വലിയ കാരണമാകും. ഈ 12 മീറ്റർ ക്യൂബില് എത്ര കുഞ്ഞുങ്ങളെ ഇടാം? 12 മീറ്റർ ക്യൂബിന്റെ കപ്പാസിറ്റി അല്ല നമ്മൾ ഇടുന്നത്. നമ്മൾ ആക്ച്വലി ഗ്രോ ടാങ്കിന്റെ കപ്പാസിറ്റി നോക്കിയാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മളെ ഫൈനൽ ഹാർവസ്റ്റ് ചെയ്യുന്ന ഗ്രോ ഔട്ടാണല്ലോ. ഗ്രോ ടാങ്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 800 മീറ്റർ ക്യൂബാണ്. ഏകദേശം 8 ലക്ഷം ലിറ്ററിൽ മേളിൽ നമുക്ക് വെള്ളം ഉണ്ടാകും. അപ്പോൾ 800 മീറ്റർ ക്യൂബിനകത്ത് എത്ര കുഞ്ഞുങ്ങളെയാണ് ഇടേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്യുന്നത്. നഴ്സറിയിൽ നമുക്ക് വളർച്ച ഒരു 1 ഗ്രാമിന് താഴെ, അതായത് ഒരു 15 ദിവസം 18 ദിവസത്തിൽ തന്നെ നമ്മൾ പ്രീഗ്രോട്ടിലോട്ട് സ്കൂപ്പിംഗ് മെത്തേഡിൽ ഷിഫ്റ്റ് ചെയ്യും. ആദ്യം ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എടുത്ത് ഇതിൻ്റെ ഒരു ആവറേജ് വെയിറ്റ് എടുത്ത്
ആണ് അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പീസ് ഇവിടെ സർവൈവ് ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതനുസരിച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ഫലത്തിൽ പറഞ്ഞാൽ ഈ നഴ്സറി എന്ന് പറയുന്നത് നമ്മൾ പാടത്ത് പണ്ട് പറിച്ച് നടന്നതിന് മുമ്പ് ഒന്നിച്ച് വിതച്ച് നിർത്തുന്നതിന് സമാനമാണ് ഈ ഏർപ്പാട് അല്ലേ? അതാണ് അതിന്റെ ഒരു മേജർ സ്റ്റെപ്പ്. ആദ്യത്തെ ടയറിൽ നിന്ന് രണ്ടാമത്തേലേക്ക് പോകുന്ന ഒരു മേജർ സ്റ്റെപ്പ്. അതിൽ നിന്ന് ഈ സർവൈവ് ചെയ്ത കുഞ്ഞുങ്ങളുടെ എണ്ണം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തീറ്റ മാത്രം കൊടുക്കും. അതാകുമ്പോൾ അതിനകത്ത് എക്സസ് ഫീഡ് വരില്ല, അതിലൂടെ ഒരു ടോക്സിക് ഗ്യാസോ ഇതിന് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും അതിനകത്ത് സംഭവിക്കും. കടലിലാണെങ്കിൽ ഇങ്ങനെ തിരയൊക്കെ അടിച്ചാൽ അതിന്റെ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ ഈ മീന് കാറ്റും വെളിച്ചൊക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ കടലുകൾ ഇങ്ങനെ കയറ്റുമ്പോൾ അതിനുള്ളിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണേ? നമ്മൾ ആക്ച്വലി വെഞ്ചറി എയറേഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. വെഞ്ചറി എയറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെള്ളവും എയറും മിക്സ് ചെയ്ത് വെള്ളത്തിലെ ഡിയോ കൂട്ടുക എന്നൊരു രീതിയാണ് ചെയ്തത്. ഈ ഒരു കുളത്തിൽ താമസിക്കണം, മീനിന് ആവശ്യത്തിലുള്ള ഓക്സിജൻ കിട്ടണം. അതെ, നമ്മളിവിടെ സൂപ്പർ ഹൈ ഡെൻസിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് അമിതമായ ഡിയോ കിട്ടണം, വെള്ളത്തിൽ ഈ ഓക്സിജൻ ലയിക്കണം. അതിന് നമ്മളിവിടെ ഇഞ്ചക്ടേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ടേഴ്സിലൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നതെല്ലാം മൈക്രോ ബബിൾസാണ്. ഈ മൈക്രോ ബബിൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡിയോ ഒരു 5.5 എബോവ് നമുക്ക് നിർത്താൻ സാധിക്കും. നമുക്ക് ഈ പൈപ്പിൽ കൂടെ ഫുള്ളായിട്ട് നല്ല വേഗത്തിൽ എയർ പോകണം. അതിൽ നിന്നൊരു വാക്യൂം ക്രിയേറ്റ് ആവുകയും നാച്ചുറലി തന്നെ ഇതിനകത്ത് നിന്ന് ഉള്ള അറ്റ്മോസ്ഫിയറിക് എയർ വലിച്ചെടുക്കുകയും ചെയ്യും. അതിലൂടെ വെള്ളത്തിലേക്ക് ഡിയോ മിക്സ് ആവും. അപ്പോൾ 24 മണിക്കൂർ ഇതിങ്ങനെ 24 അവർ നമുക്കിവിടെ എയറേഷൻ റണ്ണിങ് ആയിരിക്കും. അതിൻ്റെ ഒരു മെയിൻ കാരണം 24 മണിക്കൂർ കറണ്ടും വേണം. അപ്പോൾ ഈ 2 പ്രീ ഗ്രോ ഔട്ട് ടാങ്കുകളാണ്. ആദ്യത്തെ കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റുന്നത് അല്ലേ? ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നേരത്തെ അവിടെ പകുതിയാണെങ്കിൽ ഇവിടെ നിറഞ്ഞു വെള്ളം. ഇതാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റ് ഉണ്ടോ? 1 മീറ്റർ ഉണ്ട്. ഇതിനിപ്പോൾ 1 മീറ്ററാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് ഇത് എവിടുന്ന് തീറ്റയിൽ ഇപ്പൊ തീറ്റ ഇട്ടിട്ടുണ്ട് അല്ലേ? തീറ്റ ഇട്ടിട്ടുണ്ട്. എന്റെ ഇതിലെ തീറ്റ ഏതാ? നമ്മൾ പുറത്തുനിന്ന് വരുന്ന വിദേശി മീനുകളായതുകൊണ്ട് തീറ്റ വിദേശിയാണോ? നമ്മുടെ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ തീറ്റ വരുത്തിയിരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ തീറ്റ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ തീറ്റ ഇട്ട് കൊടുത്ത് ചെമ്മീനെ തീറ്റ എടുക്കാൻ വൈകിയാൽ ഈ തീറ്റ ഈ വെള്ളത്തിനകത്തുള്ള പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വാട്ടർ സ്റ്റെബിലിറ്റി ഉള്ള തീറ്റ നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ സ്പ്രെറ്റിംഗ് എന്ന ബ്രാൻഡായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാ ബ്രാൻഡ്? സ്പ്രെറ്റിംഗ് എന്ന പേര്. എവിടെ കൊണ്ടുവരുന്നത്? നമ്മൾ ആദ്യം ഫ്രാൻസിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ ഇത് ഇന്ത്യയിലെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ ഈ ഗുജറാത്തിൽ ഇപ്പോൾ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വരും. ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് കിട്ടും. അതെ, തീറ്റ ഗുജറാത്തിൽ നിന്ന്. ഇത് വില പിടിപ്പുള്ളതാണോ? വില കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നോക്കിയാൽ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും സാധിക്കും. ഈ ചെമ്മീൻ്റെ ക്വാളിറ്റി നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഇടുന്ന ചെമ്മീന് ഗുണകരമായി ചെമ്മീൻ ഏറ്റവും നന്നായി വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിലില്ലേ എന്ന് നമ്മളെപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വാട്ടർ പാരാമീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും പോസിബിൾ അല്ല. കാര്യം അത് ഇതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. ഈ ഗ്രോത്ത് സ്റ്റണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്നു വരിക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെമ്മീനെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് ഈ ഏറ്റവും നല്ല തീറ്റയോട് കൂടി സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇതിനെപ്പോഴും നല്ലത്. അതാകുമ്പോഴത്തേക്കും പിന്നെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ വാട്ടർ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ എല്ലാ വീക്കും ഒരു 5 to 10% നമ്മൾ വെള്ളം എക്സ്ചേഞ്ച് ചെയ്യും. അതിലൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഡെഫിസിറ്റ് ആയി പോകുന്ന മിനറൽസ്, അതായത് കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതെല്ലാം നമുക്ക് റീഫിൽ ചെയ്യാൻ സാധിക്കും പുതിയ വെള്ളം കൊണ്ടുവരുന്നതിലൂടെ. ഇത് എത്ര തവണ ഒരു ദിവസം എത്ര തവണ തീറ്റ ഇടണം? അതിൽ നമ്മളിത് 5 പ്രാവശ്യം ഒരു ദിവസം ഫീഡ് ചെയ്യുന്നത്. 5 പ്രാവശ്യം. അത് സമയം വെച്ചിട്ടുണ്ടോ? സമയം വെച്ചിട്ടുണ്ട്. എല്ലാം 3 മണിക്കൂർ ഇന്റർവെല്ലിലും ഫീഡ് ചെയ്യും. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 8 മണി വരെ ഉണ്ടാവും. ഇതിപ്പോ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇതാവുമ്പോൾ നമുക്ക് ഇതില് എത്രയാണ് അതിന്റെ സൈസ്, ഇതിന്റെ ഇത് എങ്ങനെയുണ്ട് കാണാൻ വല്ല മാർഗമുണ്ടോ? നമുക്ക് ഇതിനുള്ളിൽ ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. സാധാരണ ചെമ്മീൻ അതിന്റെ അടിയിലല്ലേ ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ചെക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാ ടാങ്കുകളിലും ഇതിന്റെ ഹെൽത്തും ഇതിന്റെ ഗ്രോത്തും മോണിറ്റർ ചെയ്യാൻ ചെക്ക് ട്രേ ഉണ്ട്. അതുപോലെ ഇതിന്റെ ഫീഡ് കൺസംപ്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ചെക്ക് ട്രേയുടെ പ്രധാന ഉദ്ദേശം. ഇതൊരു ട്രേ ആണ്. അതെ, ഇതല്ല, ഇത് ചെക്ക് ട്രേ ഉണ്ട്. ഇതാ പൊന്തിക്കുമ്പോൾ അതിലിപ്പോൾ തീറ്റ ഇട്ടത് കൊണ്ട് അതിൽ വന്ന് കിടന്നതായിരിക്കണം അല്ലേ? അല്ല, ഇത് ആക്ച്വലി ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എവിടെ എങ്ങനെ
സ്കൂപ്പ് ചെയ്താലും കിട്ടും. 400 മീറ്റർ ക്യൂബിൽ എത്ര മീനുകളുണ്ടാവും? നമുക്ക് ഈ ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചല്ല നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തത്. നമ്മൾ ഗ്രോട്ടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സ്റ്റോക്ക് ചെയ്തത്. ഗ്രോട്ടിൽ 800 മീറ്റർ ക്യൂബാണ്. അവിടെ നമ്മൾ 400 പീസ് വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡെൻസ് ആണ്, കൂടുതലാണ്, ഡെൻസിറ്റി ഒരുപാട് കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും ഈ ട്രേയിൽ കിട്ടും. സെയിം കണ്ടീഷനാണ് ഇപ്പുറത്തും അല്ലേ? ഇതേപോലെ തന്നെ വേറൊരു ട്രേ ആണിത്. അതെ, ഞാൻ വലിച്ചോട്ടെ? പിന്നെന്താ, ഒരു പുറത്ത് ചാടി പോയാൽ എന്നെ പറയരുതേ. ഇല്ല ഇല്ല. ഇത് എത്രത്തോളം പൊന്തിക്കാന്നുള്ള കണക്കൊക്കെ ഉണ്ടോ? ഇല്ല, അത് കുറച്ചുകൂടി വലിയ സൈസാണ് അല്ലേ? സെയിമാ. ഇതിലിപ്പോ ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് എത്രയായിട്ടുണ്ടാവും ഇതിപ്പോ നിങ്ങളുടെ കണക്കനുസരിച്ച്? 7 grams. ഓക്കെ ഓക്കെ ഓക്കെ, എന്ന് വെച്ചാൽ അത് വലിയ സൈസാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് കനാബോളിസം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ടെറിട്ടറി കീപ്പ് ചെയ്യും. ഈ ടൈഗറിന്റെ അത്രയും പ്രശ്നക്കാരല്ലെങ്കിൽ പോലും ഇത് നിൽക്കുന്ന സ്ഥലത്ത് വേറെ ഷ്രിമ്പ് വരികയാണെങ്കിൽ ഇത് തമ്മിൽ ഫൈറ്റ് ചെയ്യും. അതിലൂടെ നമുക്കൊരു 30% ലോസ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത്രത്തോളം പ്രശ്നങ്ങളില്ല. എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ അതിന്റെ റിയൽ ഹാബിറ്റാറ്റിൽ പസഫിക്കിൽ അങ്ങനെയായിരിക്കും. ഇവരിവിടെ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഡെഡ് പീസ് കിട്ടും ഇടയ്ക്കൊക്കെ. പരസ്പരം ഫൈറ്റ് ചെയ്യും. ഒരു ദിവസം 5 നേരം തീറ്റ എടുക്കുന്നു, അത് കോഫിയാണ് തീറ്റ എന്നും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും? നമുക്ക് തീറ്റ തന്നെ കിലോ 100 രൂപ അടുപ്പിച്ച് ചിലവ് വരുന്നുണ്ട്. 1 കിലോ ഡെയിലി. ട്രെയിൻ ചെയ്തിട്ടുണ്ട് തീറ്റ. ഒരു മലയാളികളാണോ? അല്ല, എല്ലാം നോർത്ത്. എത്ര എംപ്ലോയീസ് ഉണ്ട്? നമുക്ക് ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ 6 പേരുണ്ട്. 6 പേര് മതി ഇത് നോക്കാൻ അല്ലേ? 6 പേരുടെ ആവശ്യം ഇല്ല ആക്ച്വലി. നമുക്ക് ഏരിയ കൂടുതലുള്ളത് കൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളിലും അതുകൂടി നോക്കുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് ഫാം. നമുക്ക് തീറ്റ ഇടുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഇലക്ട്രിക്കൽ പരമായിട്ട് എല്ലാം നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. അതിലപ്പോൾ ഈ ഏതാണ്ട് 3 കൊല്ലം കൊണ്ടാണ് ഇതിൽ എക്സ്പെർട്ട് ആയത്. 4 കൊല്ലം. 2020 തുടങ്ങി. 20 തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തൊരു 3 കൊല്ലം കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെന്താ മാനുവലായിട്ട്, അപ്പോൾ മാനുവലായിട്ട് ഈ 2 കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിൽ മീനിനെ പിടിച്ച് ഇപ്പുറത്തെ പോസ്റ്റ് ഗ്രോവൽ സ്റ്റേജിലിടാനും അതിന് മാനുവൽ വർക്ക് വേണം. അല്ല, പ്രീ ഗ്രോട്ടിൽ നിന്ന് നമുക്ക് ഗ്രോട്ടിലേക്ക് നമ്മൾ ഗ്രാവിറ്റിയിലൂടെ പൈപ്പ് കണക്ട് ചെയ്താണ് നമ്മൾ ഈ വെള്ളവും ബയോമാസ് എല്ലാം. സെക്കൻഡ് സ്റ്റേജിൽ നിന്നും 3rd സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യാൻ മാനുവൽ വേണ്ട. പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ആവശ്യം വരും. അതിനുശേഷം പൈപ്പും പൈപ്പാണിത്. അതെ, അതിനുള്ള ജോയിന്റ് ആയിട്ട് ഇതിനകത്ത് ആക്ച്വലി ഒരു എൻഡ് ക്യാപ്പ് വെച്ചിട്ടുണ്ട് അകത്ത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഈ 12 ഇഞ്ചിന്റെ പൈപ്പ് വെച്ച് ശേഷം ആ എൻഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളവും ചെമ്മീനും എല്ലാം നമ്മുടെ ഗ്രോട്ടിലേക്ക് പോകും. പ്രീ ഗ്രോട്ടിൽ നിന്ന് ഗ്രോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാര്യം സ്കൂപ്പിങ്ങിലൂടെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെ, അതെടുത്ത് ഈ 2 ടാങ്കിലേക്കും കണക്ട് ചെയ്യും. കാര്യം അല്ലാണ്ട് നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും ഇതിന് ഈ ക്രാംസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മസിൽ ക്രാംസ് വന്നാൽ പിന്നെ റിക്കവറായി വരുന്ന കാര്യം പാടാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വെള്ളവും ചെമ്മീനും ഒരുമിച്ചാണ് പൈപ്പിലൂടെ നമ്മുടെ ഗ്രോ ടാങ്കിലേക്ക് പോകുന്നത്. അതനുസരിച്ച് വെള്ളം നമ്മൾ എപ്പോഴും ഗ്രോട്ടിൽ കുറച്ചേ ഇട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലുള്ള തീറ്റയും ആ സാധനങ്ങളും എല്ലാം ചേർന്നിട്ടാണ് എല്ലാം ഇങ്ങനെ അത് ആവറേജ് ഒരു എത്ര ദിവസം കഴിയുമ്പോൾ മാറ്റും? നമ്മൾ 1 മാസമാണ് നമ്മൾ ഗ്രോ ഹോട്ടൽ നമ്മൾ പ്രീ ഗ്രോ ഹോട്ടൽ വളർത്തുന്നത്. എന്ന് വെച്ചാൽ നഴ്സറിയിൽ 1 മാസം, ഇതിൽ1 മാസം. എന്ന് പറഞ്ഞാൽ 2 മാസം പ്രായമായ ചെമ്മീനാണ് ഇതിലേക്ക് വരുന്നത് ഗ്രോ ടാങ്കുകളിലേക്ക്. ഏതാണ്ട് ഒരു ആവറേജ് 55-65 ദിവസം പ്രായമുള്ള ചെമ്മീൻ ഇതിലേക്ക് എത്തും അല്ലേ? ഇതും ഇതുപോലെ ഇത് 800 മീറ്റർ ക്യൂബാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയുണ്ട്. 8 ലക്ഷം ലിറ്റർ വെള്ളമുണ്ട്. 8 ലക്ഷത്തിന് മുകളിലുണ്ട്. ഈ മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ അവിടെ അതിൽ പറഞ്ഞത് 55 തൊട്ട് 65 വരെ ദിവസം പ്രായമായ മീൻ കുഞ്ഞുങ്ങൾ, അതിലും മുതിർന്നവരാണ് ഇവിടെ ഉള്ളത്. ഈ അത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ വർക്കുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടോട്ടൽ വെള്ളം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഈ ത്രിതല സംവിധാനത്തിൽ എത്ര വെള്ളം ഉണ്ടാവും? കടൽ വെള്ളം എനിക്കൊരു കണക്കറിയാൻ വേണ്ടിയിട്ടാണ്. 50 ലക്ഷം ലിറ്റർ വെള്ളം.
ഈ മൂന്നെണ്ണത്തിലും കൂടി. മൂന്നെണ്ണത്തിൽ നഴ്സറി തൊട്ട് ഇവിടെ 50 വരെ. ലക്ഷം രൂപ. അപ്പൊ സാധാരണ ഇപ്പോൾ ഇത്രയും തീറ്റ ദിവസം 5 തവണ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള തീറ്റ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇത് ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഈ തീറ്റ കൊടുക്കുമ്പോൾ ഈ തീറ്റ കൊടുക്കണമെങ്കിൽ നിങ്ങൾ മീൻ വിറ്റ കാശ് മുതലിക്കണം, വേണ്ടേ? അപ്പൊ അതിനുള്ള മാർക്കറ്റ് എവിടെയാണ്? ഞങ്ങളിപ്പോൾ നിലവിൽ കൊടുക്കുന്ന ലുലു മാളിലാണ്. ലുലു മാളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് മോളുകളും സൂപ്പർ മാർക്കറ്റും ആയിട്ടാണ് പ്രധാന ടാർഗറ്റ്. അതെ, പ്രീമിയം കസ്റ്റമേഴ്സാണ്. തുടക്കത്തിൽ എന്തായാലും ലുലു മാളൊന്നും ഇല്ല. അപ്പൊ ഈ വലിയ മാളുകളിലും അങ്ങനത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് അല്ല. അപ്പൊ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ നിങ്ങൾ ഈ ആവശ്യക്കാരെ കണ്ടെത്തിയത്? തുടക്കത്തിൽ ഈ മീറ്റർ ക്യൂബിന് 5 കിലോ വരെ കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പാർഷ്യൽ ഹാർവെസ്റ്റിംഗ് 10 ഗ്രാം മുതൽ നമ്മൾക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ സാധനം കൊടുത്തു. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കാറുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ കൊടുക്കാറുണ്ട്. അതിനുശേഷം നീണ്ടകര ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ടിങ് കമ്പനികളുണ്ട്. അവർ വന്ന് എടുത്തതിന് ശേഷം ഇവിടെ ആ സാധനം യൂറോപ്പ് അമേരിക്കയിലോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ നമ്മൾക്ക് ലുലു പോലുള്ള മാളുകൾ അങ്ങനെയുള്ള കുറേ ഔട്ട്ലെറ്റ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റുകളിൽ കൂടെ തന്നെ നമുക്ക് വിൽക്കാം. എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അത് ആവശ്യാനുസരണം നമ്മൾ ഡെയിലി കൊടുക്കുന്നു. ഡെയിലി ഒരു 160 കിലോയോളം പിടിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു വർഷം 100 ടൺ കപ്പാസിറ്റിയിലോട്ട് നമ്മൾ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതില്ലേ ഇത് കൂടാണ്ട് വേറെ ആരാണ് ഈ 2-3 കൊല്ലം കൊണ്ട് അതിൽ തന്നെ ഈ നല്ല കർഷകനാക്കണേന് പിന്നിലുണ്ടായിരുന്നു? അല്ല, നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇലിറ്ററേറ്റ് ആയിരുന്നു. ഇതിൻ്റെ യാതൊരു ഐഡിയ ഞങ്ങൾക്കില്ലായിരുന്നു. ആ സമയത്ത് ഈ സപ്തഗിരി ഹാച്ചറിയിൽ നിന്ന് നവനീത് എന്ന് പറയുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ നവനീത് ചേട്ടൻ്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സജു പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു സാറാണ്. സജു പ്രഭാകരൻ സാറിൻ്റെ ഹെൽപ്പ് അദ്ദേഹം ട്രിവാൻഡ്രത്തുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ അറിവ് കിട്ടുന്നോ അതൊക്കെ നിങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യും. അതെ അല്ലേ? അതെ. ആരൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നോ അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാ പ്രശ്നവും നിങ്ങൾ സ്വീകരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരോടാണെങ്കിലും ചോദിക്കാനുള്ള എക്സ്പെർട്ടുകൾ കയ്യിലുണ്ട്. അതെ. അതുപോലെ നമ്മൾ ഒരുപാട് ചെറിയ കർഷകർ ഇത് കാണാനും പഠിക്കാനും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് കുട്ടികൾ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കുഫോസിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുഫോസിലെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തതും നമ്മുടെ ഫാമിലായിരുന്നു. ഇവിടെ ഒരാഴ്ചയോളം സ്റ്റേ ചെയ്താണ് ഇവിടെ നിന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയത്. അപ്പോൾ വലിയ പ്രോജക്റ്റുകൾ നടക്കട്ടെ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വലിയ മീനുണ്ടാവും അല്ലേ? അതിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും നേരത്തെ പിടിച്ചതിനേക്കാളും. കാരണം ഇതപ്പോൾ ഒരു 70-75 ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലേ? ഒന്ന് നോക്കിയാലോ? നമുക്ക് നോക്കാം. ഈ ചെമ്മീൻ ചാടുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവർ ആലോചിക്കുന്നത് ഇതൊരു ഇന്റർനാഷണൽ ചാട്ടാവാൻ വേണ്ടിയിട്ടാണ്. മറ്റു രാജ്യങ്ങളിലേക്കും പോട്ടെ. എല്ലാ ആശംസകളും. സന്തോഷം. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.